കേരള വഖഫ് ബോർഡ് നിയമനത്തിനെതിരെ ക്രിസ്ത്യൻ സംഘടന ഹൈക്കോടതിയിൽ. വഖഫ് ബോർഡ് രൂപീകരണം നിയമവിരുദ്ധമെന്ന് ആക്ഷേപിച്ച് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ആണ് ഹർജി നൽകിയത്. 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കണം എന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നാണ് പരാതി. മുനമ്പം ഭൂമിയിലെ വിവരങ്ങൾ ബോർഡ് നേരിട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, പലതരത്തിൽ കേസുമൊക്കെയായി ഇരിക്കുന്ന ഒരു വഖഫ് ബോർഡിന്റെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി, ഇത്തരം പരാതികൾ കൂടി ഉയരുന്നത്. എന്താണ് ഇതിൽ ക്രിസ്ത്യൻ സംഘടന ഹൈക്കോടതിയിൽ പറയുന്നത്? ക്രിസ്ത്യൻ സംഘടനയുടെ ഹർജിയിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് വഖഫ് ബോർഡ് ഈ ഉമീദ് പോർട്ടലിൽ മുനമ്പത്തെ വഖഫ് സ്വത്ത് രജിസ്റ്റർ ചെയ്ത് അത് നിയമവിരുദ്ധമാണ് എന്നാണ്. കാരണം മുത്തവല്ലിമാരാണ് ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. വഖഫ് സ്വത്താണെങ്കിൽ അത് വഖഫ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് മുത്തവല്ലിമാരാണ്. എന്നാൽ വഖഫ് ബോർഡ് നേരിട്ട് ഇത്തരത്തിൽ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ പുതിയ ബില്ല് പ്രകാരം 2 അമുസ്ലിങ്ങളെ ഈ വഖഫ് ബോർഡിൻ്റെ ഭാഗമാക്കണം എന്നുണ്ട്. അത്തരത്തിൽ നിയമനം ഇതുവരെയും നടന്നിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണ്. ഈ പുതിയ പരിഷ്കരണ ബില്ല് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത്. മുനമ്പത്തെ ഭൂമി സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത് വഖഫ് സ്വത്താണ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് ഒരു നിയമപ്രശ്നമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി. അതും മുത്തവല്ലിമാർ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം സംസ്ഥാന വഖഫ് ബോർഡ് നേരിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണ്. ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ ചട്ടവിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ ഇത് നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടാണ് ക്രിസ്ത്യൻ സംഘടനകൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ശരി ഷബ്ന.